എവ്രിവൺ, വെൽക്കം ടു മാക്സിയോൺ. നമ്മൾ HSSTയുടെ എക്സാം സീരീസ് സൊല്യൂഷൻസിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പോളജി, ഫങ്ഷണൽ അനാലിസിസ് ആൻഡ് നമ്പർ തിയറി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആണ്. സോ ബിഫോർ ഗോയിങ് ടു ക്വസ്റ്റ്യൻസ്, നമ്മൾക്ക് മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന HSST മാത്സ് ടെസ്റ്റ് സീരീസ് 30 ഡേയ്സ് ടെസ്റ്റ് സീരീസിന്റെ ബാച്ച് നമ്മൾ മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ്, നമ്പർ തിയറിയിൽ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദി ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 38 raised to 2011. അപ്പൊ നമ്മൾക്ക് ജനറലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾക്ക് ഇയർ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ പ്രോബബ്ലി ഇത് 2011 ചോദിക്കാവുന്ന ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമ്മൾക്ക് ഈ ഒരു വർഷം 2026 റിലേറ്റ് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. അധിക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഇയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിൽ എളുപ്പം നമ്പർ തിയറിയിൽ ചോദിക്കാനാണ് അല്ലേ. സോ നമ്മൾക്ക് ഇവിടെ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ 38 ഉണ്ട് അല്ലേ. സോ ഈ 38 നമ്മൾക്ക് ഈ 3 നമ്മളെ മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾക്ക് എന്തേ മാറ്റർ ചെയ്യുന്നുള്ളൂ, ലാസ്റ്റ് ഡിജിറ്റിന് മാത്രമേ നമ്മൾക്ക് ഇവിടെ മാറ്റർ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്ത്, കാരണം ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതിന്റെ ആ നമ്പർ വിച്ചവർ നമ്പർ ബി, നമുക്ക് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി ആൻഡ് ദി പവർ അല്ലേ. സോ എനിക്ക് 8 ആണ് നമ്മൾക്ക് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് അല്ലേ. സോ 8 raised to 2011 എന്ത് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇപ്പം 8ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ. സോ 8 power 1 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 8 വരുന്നുണ്ടാവും. 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. 64ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കറസ്പോണ്ടിങ്ലി 4 ആണ് അല്ലേ. ദെൻ 8 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 8 ക്യൂബ് 512 അല്ലേ. അപ്പൊ അവിടെയുള്ള ലാസ്റ്റ് ഡിജിറ്റ് 2. Then 8 raised to 4 is 4096. അപ്പൊ ഇവിടെയുള്ള ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലെ. സോ ഏതൊക്കെയാണ് നമ്മൾക്ക് നമ്പേഴ്സ് വന്നിരിക്കുന്നത്, 2 വന്നു, 6, 4, 8. ദെൻ 8 raised to 5 ചെയ്യുമ്പോൾ വീണ്ടും 8 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക 8ന് പോസിബിൾ ആയിട്ട് 8ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ പോസിബിൾ ലാസ്റ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാ, 8 വരാം, 4 വരാം, 2 വരാം, 6 വരാം. ആൻഡ് ഇത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഇത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പൊ ഇവിടെ 8 ആണ്. സിമിലർലി ബാക്കി നമ്പേഴ്സിനൊക്കെ നമ്മൾക്ക് ഇത് വർക്ക് ഔട്ട് ആവും. അപ്പോൾ ഇവിടെ 4 വാല്യൂസ് ആണ് എനിക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലെ. 8, 4, 2, 6 എന്ന് പറയും. അപ്പോൾ 8ന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഞാൻ ഇതിന്റെ പവറിനെയാണ് 8 raised to n എന്നുള്ള ഫോമിലാണ് എങ്കിൽ എനിക്ക് അതിന്റെ പവേഴ്സിനെ ഈ n-നെ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ n is equal to ഒന്നെങ്കിൽ അപ്പൊ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് n equal to 4k plus 1 എന്ന് എഴുതാം. ദെൻ n is equal to 4k plus 2 എന്ന് എഴുതാൻ പറ്റുന്നുണ്ടാവും. ദെൻ n is equal to 4k plus 3 ആൻഡ് n is equal to 4k plus 4. ഓർ നമുക്ക് അതെന്താണ്, സം 4k എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ n is equal to 4k plus 1 ഫോമിലാണ് എങ്കിൽ നമുക്ക് അവിടെ കറസ്പോണ്ടിങ്ലി ഈ 1-നെയാണ് നമ്മൾ നോക്കുക. അപ്പൊ 8 power 1 അല്ലെ. 8 power 1ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നമ്മൾക്കറിയാം. 8 power 1 is 8 അല്ലെ. സോ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ് വരിക. നെക്സ്റ്റ് 4k plus 2 ഫോമിലാണ് എങ്കിൽ അവിടെ നമ്മൾക്ക് 8 സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, 8 സ്ക്വയർ 64. സോ 64ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4. ദെൻ 4k plus 3 ആണ് എങ്കിൽ 8 power 3 വരുന്നുണ്ടാവും. 8 power 3 നോക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ 4നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. കാരണം 8 സ്ക്വയർ 8 ക്യൂബിനെ എനിക്ക് എങ്ങനെ എഴുതാം, 8 സ്ക്വയർ ഇൻറ്റു 8 എന്ന് എഴുതാം. അപ്പൊ 8 സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഇൻറ്റു 8 ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും, 32 അല്ലെ. അപ്പൊ ഈ 3നെ നമ്മൾ എടുക്കരുത്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾക്ക് എന്ത് വരും, 2 വരുന്നുണ്ടാവും.
ഓക്കെ, ഇനി ലാസ്റ്റ്ലി ഇവിടെ ഞാൻ 4k+4 എടുക്കാനുള്ള റീസൺ നമ്മൾക്ക് 8 പവർ 4 എടുക്കണം. ഓക്കെ, അപ്പൊ 8 പവർ 4 എടുക്കുമ്പോൾ ഈ 2 into 8 ചെയ്താൽ മതി. 2 into 8 ചെയ്യുമ്പോൾ 8 2s are 16 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 6. അപ്പൊ എളുപ്പമായി അല്ലെ. അപ്പൊ ഇങ്ങനെ ഏതൊരു നമ്പറിനെ ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾക്ക് 2011 ആണ്. അപ്പൊ ഈ 2011 നമ്മൾക്ക് എന്ത് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ കിട്ടിയാൽ മതി. സോ നമ്മൾക്ക് 502 ആണ് നമ്മൾക്ക് വരിക, അതായത് വിത്ത് 2008 അല്ലെ. സോ റിമൈൻഡർ നമ്മൾക്ക് 3 വരും. അതായത് എനിക്ക് ഈ 2011 എങ്ങനെ എഴുതാം, സം 4k പ്ലസ്, എന്നെ മാറ്റർ ചെയ്യുന്നത് ആര് മാത്രമാണ്, റിമൈൻഡർ ആണ്. സോ 4k + 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 8 എനിക്ക് എന്ത് എഴുതാം, 8 4k + 3 ഫോമിലാണ് എന്ന് എഴുതാം. സോ എനിക്ക് അതിന്റെ റിമൈൻഡർ നമ്മൾക്ക് എന്ത് മതി, 8 റിമൈൻഡർ മതി. 8 റിമൈൻഡർ നമ്മൾക്ക് എന്ത് തരും, 8 റിമൈൻഡർ 2 അല്ലെ. സോ നമ്മൾക്ക് ആൻസർ വിൽ ബി 2. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ എങ്ങനെ ചുരുക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചെയ്യാം, പവർ എടുക്കുക, അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ആ 4ന്റെ അതിൽ 4k പ്ലസ് റിമൈൻഡർ ഫോമിലായിരിക്കും. ആ റിമൈൻഡറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് റേസ് ടു അതിന്റെ പവർ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, അതിന്റെ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ആ 8 raised to 3യുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ഈ 38 raised to 2011ന്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, next question, let the system x is congruent to 1 mod 6 ഉണ്ട് and x is congruent to 1 mod 4 ഉണ്ട്. അങ്ങനെയാണ് has exactly 1 solution modulo 12, has exactly 2 solution modulo 12 and has exactly 6 solution modulo 12 or no solution. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഒരു കോൺഗ്രുവൻസ് ഉണ്ട് എങ്കിൽ എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് എന്താ, എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, ബൈ എൻ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. സോ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഇസ് കോൺഗ്രുവൻ ടു 1 mod 6 എന്നാണ്. സോ അവിടെ നിന്നും എനിക്ക് എന്ത് പറയാം, എക്സ് മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താ, എക്സ് ഇസ് കോൺഗ്രുവൻ ടു 1 mod 4 എന്നാണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമ്മൾക്ക് എന്തായിരിക്കും, എക്സ് മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും അല്ലെ. സോ എക്സ് മൈനസ് 1 ഇസ് ഡിവിസിബിൾ ബൈ 6 ആണ്, എക്സ് മൈനസ് 1 ഇസ് ഡിവിസിബിൾ ബൈ 4 ആണ്. സോ ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി നടക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെടുക്കണം, LCM ഓഫ് 6 and 4 എടുക്കണം അല്ലെ. LCM ഓഫ് 6 and 4 നമ്മൾക്ക് എന്ത് തരും, 12 തരും അല്ലെ. സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾക്ക് എന്താ കിട്ടുന്നത്, എക്സ് ഇസ് കോൺഗ്രുവൻ ടു 1 mod 12 അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ സൊല്യൂഷനിൽ മോഡുലോ 12 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. സോ ഈ എക്സ് ഇസ് കോൺഗ്രുവൻ ടു 1 mod 12ന് എത്ര സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒറ്റ ഒരു സൊല്യൂഷൻ മാത്രമേ ഇതിന് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ. എക്സ് 1 എടുത്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, one is congruent to 1 mod 12 എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഹാസ് എക്സാക്ട്ലി 1 സൊല്യൂഷൻ മോഡുലോ 12 എന്ന് നമ്മൾക്ക് പറയാം. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇവിടെ ട്രൂ. Next question, let D of fg is equal to supremum of mod f of x minus g of x be a metric on the set of functions from closed interval 0, 1 to r. ഓക്കെ, സോ എഫും ജിയും എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദി ഫങ്ഷൻസ് ഫ്രം എഫ് ആണെങ്കിലും ജി ആണെങ്കിലും ആർ ഫങ്ഷൻസ് ഫ്രം 0, 1ൽ നിന്നും ആറിലേക്കുള്ള ഫങ്ഷൻസുകളാണ്. ആൻഡ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ഓഫ് എഫ് ജി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ജി എന്ന് നമ്മൾക്ക് പറയാം അല്ലെ. മെട്രിക് സ്പേസ് ആണ്. സോ ഡി ഓഫ് എഫ് ജി ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, സുപ്രീമം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാണ്
അല്ലെ? സോ അപ്പൊ ഡി ഓഫ് എഫ് ഓഫ് ജി അല്ലെ? സോ ഡി ഓഫ് എഫ് ജി വിൽ ബി ഈക്വൽ ടു നമ്മൾക്ക് സുപ്രീമം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ആൻഡ് എക്സ് ബിലോങ്സ് ടു എവിടെ നിന്നായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 എലമെന്റ്സുകളാണ്. ദാറ്റ് ഈസ് ഡി ഓഫ് എഫ് എഫ് കോമ ജി എന്ന് പറയാം അല്ലെ? സോ ഇതിന്റെ സുപ്രീമം വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ സുപ്രീമം വാല്യൂ കണ്ടുപിടിക്കാൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രീം വാല്യൂസ്, എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾക്ക് കണ്ടുപിടിക്കണം അല്ലെ? സോ ഈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ഞാൻ ആ എക്സ് മൈനസ് എക്സ് സ്ക്വയറിനെ സം വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിക്കണം. സോ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് 0 എന്ന് അസ്യൂം ചെയ്യാം അല്ലെ? സോ അതാണ് നമ്മൾക്ക് എക്സ്ട്രീം പോയിന്റ്സ് തരിക. സോ വൈ ഡാഷ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് വൈ ഡാഷ് എടുക്കുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 അല്ലെ? സോ ഇവിടുന്ന് എക്സിന്റെ വാല്യൂസ് നമ്മൾക്ക് കിട്ടുക എന്താണ്? 1/2 അല്ലെ? സോ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? അപ്പോ 0 എടുക്കാം, 1 എടുക്കാം, ദിസ് ഈസ് അനദർ പോയിന്റ് അല്ലെ? ഇതൊക്കെയാണ്, ഈ മൂന്നുമാണ് നമുക്ക് അവിടെയുള്ള എന്തുണ്ടാവുക? അവിടെയുള്ള എക്സ്ട്രീം പോയിന്റ്സ് ഉണ്ടാവുക. എൻ പോയിന്റ്സ് എക്സ് ബിലോങ്സ് ടു 0-1 ആണ് അല്ലെ? സോ അതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് ഇത്രയുമാണ് നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യാം. സോ ഈ എക്സ്ട്രീം പോയിന്റ്സിൽ നമുക്ക് സുപ്രീമം വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ ഇവിടെ സുപ്രീമം വാല്യൂ വിൽ ബി ഈ 3 പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാ? എഫ് ഓഫ് എക്സ്, ഡി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഡി ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾക്ക് സുപ്രീം പോയിന്റ് നമ്മൾക്ക് വാല്യൂസ് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് മോഡ് എക്സ് സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലെ? എക്സ് മൈനസ് എക്സ് സ്ക്വയർ. സോ മോഡ് എക്സ് മൈനസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്താലോ? 1 കൊടുത്താലും 1 മൈനസ് 1 സ്ക്വയർ ഇസ് 1 ആണ്, എഗെയിൻ 0. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2 കൊടുക്കുന്ന സമയത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1/4 ആണ് നമ്മൾക്ക് വരാം അല്ലെ? സോ 1/2 മൈനസ് 1/4 ഇസ് 1/4 അല്ലെ? സോ നമ്മൾക്ക് ഇവിടെ സുപ്രീമം വാല്യൂ വിൽ ബി ടേക്കൺ ആസ് 1/4. സോ ഓപ്ഷൻ എ ആണ് ട്രൂ ആയിട്ട് വരുന്നുണ്ടാവുക. Next question, let D denote the metric on R2 defined as the following. F for Z is equal to XY. അപ്പോൾ R2നകത്തുള്ള എലമെന്റുകളാണ് Z ഉം W അല്ലെ? അപ്പോൾ ഓർഡേർഡ് പെയർസ് ആണ് XY ആൻഡ് AB എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് D ഓഫ് ZW ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡ് X മൈനസ് A പ്ലസ് മോഡ് Y മൈനസ് B ഡിവൈഡഡ് ബൈ 3 എന്നാണ്. Okay, so which of the following is a point in the open unit ball centered at the origin? അപ്പോൾ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട്, സോ ദാറ്റ് ഇസ് 0-0നെ സെന്റർ ആക്കിക്കൊണ്ട് ഓപ്പൺ യൂണിറ്റ് ബോളിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എലമെന്റിനെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ ഓപ്പൺ യൂണിറ്റ് ബോളിനകത്ത് എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലെസ് ദാൻ 1 ആയിരിക്കണം അല്ലെ? ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ ഡി ഓഫ് ZW ലെസ് ദാൻ 1 ആവുന്ന എലമെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾക്ക് ഒറിജിനിൽ നിന്നാണ്. സോ നമ്മളുടെ Z എന്തായിരിക്കും? ഒരു പോയിന്റ് വിൽ ബി ഈക്വൽ ടു 0-0 ആയിരിക്കും. Z 0-0 ആണ്. അപ്പൊ Z 0-0 ആണ് എങ്കിൽ നമ്മൾക്ക് ഈ ഡി ഓഫ് ദിസ് ഒറിജിൻ അല്ലെങ്കിൽ ഡി ഓഫ് 0-0 ആൻഡ് W എന്ന് എഴുതാം. W സം AB എന്ന് ഞാൻ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡി ഓഫ് 0-0 ആൻഡ് AB നമുക്ക് എന്തായിട്ട് മാറി? സിമ്പിളായി അല്ലെ? എന്താണ്? എക്സ് 0 ആണ്, വൈയും 0 ആണ്. എക്സും 0 ആണ്, വൈയും 0 ആണ് എങ്കിൽ മോഡുലസ് ഓഫ് എ അല്ലെ? സോ ദിസ് ഇസ് മോഡ് മൈനസ് എ, ദെൻ മോഡ് മൈനസ് എയും മോഡ് എയും സെയിം ആണ്. സോ നമുക്ക് മോഡ് എ മോഡ് ബി ഡിവൈഡഡ് ബൈ 3 എന്നായിട്ട് മാറി അല്ലെ? സോ അപ്പം കറസ്പോണ്ടിങ് ടു ദിസ് നമ്മൾക്ക് എന്താണ്? 2AB എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട് എങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുക, സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 3. സോ ദിസ് ഇസ് 0 + 2 ദാറ്റ് ഇസ് 2/3.
അല്ലെ? സോ 2/3 എന്ന് പറയുന്നത് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ് അല്ലെ? സോ ദിസ് ബിലോങ്സ് ടു, അത് ഇതിനകത്ത് ബിലോങ് ചെയ്യും. വാട്ട് അബൌട്ട് സെക്കൻഡ് ഓപ്ഷൻ? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 3/3 ആണ്. 3/3 ഈസ് ഈക്വൽ ടു 1. അത് ആ ബോളിന്റെ മുകളിലാണ്, ഈ നമ്മളുടെ ഡിസ്കിനകത്ത് എൻഡ് പോയിന്റിൽ അല്ലെങ്കിൽ അതിന്റെ എന്തിലാണ്, ബൗണ്ടറിയിലാണ് നമ്മൾക്ക് എന്ത് കിടക്കുക, 0, 3 എന്ന് പറയുന്ന കിടക്കുന്നുണ്ടാവുക. ഓപ്പൺ യൂണിറ്റ് ബോൾ ആണ് അല്ലെ? അപ്പൊ ഓപ്പൺ യൂണിറ്റ് ബോളിനകത്ത് എന്തുണ്ടാവില്ല, ഈ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 2 4 ആണ്. സോ 4/3 എന്ന് വരും, വിച്ച് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇവിടെ 3 + 2 5 ആണ് ആൻഡ് 5/3 വരും. സോ 5/3 ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 1 അല്ലെ? സോ ബാക്കി ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് ഈ ഓപ്പൺ യൂണിറ്റ് ബോളിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. സോ നമ്മൾക്ക് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് x is equal to സെറ്റ് 1 2 3 4 5 ആണ്. t എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x 5 സെറ്റ് 1 2 3 ബി എ ടോപ്പോളജി ഓൺ x. അപ്പൊ ഇതൊരു ടോപ്പോളജി ആണ് എന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ ഇന്റീരിയർ ഓഫ് ദി സെറ്റ് 3 4 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ സെറ്റിന് ഞാൻ സം എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 3 4 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എ ഇന്റീരിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്റീരിയറിന്റെ ഡെഫിനിഷൻ എന്താ? ഇൻ ടോപ്പോളജിക്കൽ ആസ്പെക്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, എ ഇന്റീരിയർ ഈസ് ദി എന്താണ്, ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് അല്ലെ? ദാറ്റ് വിൽ ബി ദി ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് contained in A. എനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് ഓപ്പൺ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എ ഇന്റീരിയർ എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് നോക്കുക. എ എന്ന് പറയുന്ന സെറ്റ് 3 4 5. അപ്പൊ ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് ആയിരിക്കണം അല്ലെ? അപ്പൊ ഓപ്പൺ സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോപ്പോളജിക്ക് അകത്തുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പൺ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ടോപ്പോളജിക്ക് അകത്ത് ആരൊക്കെ ഉണ്ട്, x 5 ഡെഫിനറ്റ്ലി ഉണ്ടാവും ആൻഡ് 1 2 3 ആണ് ഇതിനകത്ത് ബിലോങ് ചെയ്യുന്നത്. പക്ഷെ ഈ 1 2 3 നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 1 2 3 എവിടെ ഇല്ല, ഈ എക്കകത്തില്ല. കാരണം എയില് 3 4 5 ആണ് അല്ലെ? അപ്പൊ ഈ 1 2 3 എലമെന്റ് നമ്മൾക്ക് എന്തില്ല, ആ അത് ഇതിന്റെ കണ്ടെയ്ൻഡ് അല്ല. അപ്പൊ എയിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എംപ്റ്റി സെറ്റ്. സോ എ ഇന്റീരിയർ വിൽ ബി ഈക്വൽ ടു 5 ആയിരിക്കും. സോ ഓപ്ഷൻ ടി. മനസ്സിലാക്കുക, ടോപ്പോളജിക്കൽ സ്പേസിനകത്ത് ടോപ്പോളജിയിൽ ബിലോങ് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇന്റീരിയർ ഇസ് ദി ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ. എയില് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം, എക്കകത്ത് ഇതിനകത്തുള്ള ഏതെങ്കിലും എലമെന്റ്സ് വേണം. അങ്ങനെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ വിച്ച് ഇസ് ദി ലാർജസ്റ്റ് അല്ലെ, അതിനെയാണ് നമ്മൾ ഇന്റീരിയർ എന്ന് വിളിക്കുക. സോ നമ്മൾക്ക് ഓപ്ഷൻ ഡി വരും. എംപ്റ്റി ആണ് നമ്മൾക്ക് ഈ കേസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് E1 E2 E3 be an orthonormal set in a Hilbert space, then which of the following is an orthogonal set ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾക്ക് ഇവിടെ E1 E2 E3 എന്ന് പറയുന്നത് ഓർത്തോ നോർമൽ സെറ്റുകളാണ് അല്ലെ? സോ E1 E2 ഓർത്തോ നോർമൽ സെറ്റുകൾ, ഈ എലമെന്റ്സ് സെറ്റുകളാണ് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, EI EJ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും ഇഫ് I is equal to J ആൻഡ് 0 if I not equal to J അല്ലെ? നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, തന്നിരിക്കുന്നതിൽ ഏതാണ് ഓർത്തോഗണൽ സെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓർത്തോഗണൽ സെറ്റ് ആവണമെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കണം, EI EJ ഷുഡ് ബി, അല്ലെങ്കിൽ സം V1 VI VJ ഷുഡ് ബി ഈക്വൽ ടു 0 ഫോർ I നോട്ട് ഈക്വൽ ടു J ആയിരിക്കണം അല്ലെ? അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്തുള്ള E1 E2 E3 E4കളൊക്കെ നമ്മൾക്ക് എന്താണ്, ഓർത്തോ നോർമൽ ആണ്. അപ്പോ I നോട്ട് ഈക്വൽ ടു J ആവുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ് ഈസ് എനിക്ക് എന്ത് പറയാം, E1 E2 എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായിരിക്കും, E1 E2 വിൽ ബി ഈക്വൽ ടു 0 ആണ് നമ്മൾക്ക് പറയാം
ഓക്കെ, സോ ഞാൻ ഓപ്ഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്ഷൻ എനകത്ത് 2 എലമെന്റ്സ് എടുത്തു. അപ്പൊ ഇവിടെ E1 പ്ലസ് E2 ഉണ്ട്, ദെൻ E1 മൈനസ് E2 ഉണ്ട്. സോ E1 പ്ലസ് E2, E1 മൈനസ് E2 നമ്മൾ എടുക്കുകയാണെങ്കിൽ വിൽ ബി ഈക്വൽ ടു, അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? E1 പ്ലസ് പ്ലസ് അല്ല മൈനസ് വരും അല്ലെ, അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ ലെറ്റ്സ് ടേക്ക് നെഗറ്റീവ്. സോ ദിസ് ഇസ് മൈനസ് E1 E2 then plus E2 E1 and minus E2 E2 അല്ലെ, ഇങ്ങനെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത്. സോ E1 E1 E2 E3 E4കളൊക്കെ നമുക്ക് ഏതിലാ? ഓർത്തോനോർമൽ ആണ്. സോ E1 വിൽ ബി ഈക്വൽ ടു എന്താണ്? I ഈക്വൽ ടു J ആണ് എങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നോട്ട് ഈക്വൽ ടു J ആണ് എങ്കിൽ 0. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 1 മൈനസ് 0 പ്ലസ് 1 മൈനസ് 1. സോ 1 മൈനസ് 1 0. സോ ആദ്യത്തെ 2 എലമെന്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് 2 എലമെന്റുകൾ എടുക്കാം. സോ E1 പ്ലസ് E2 ആൻഡ് E3 എടുത്തു. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുക, E1 പ്ലസ് E2 ആണ്, അതിൽ ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് E3. അത് ഡെഫിനറ്റ്ലി നമ്മൾക്ക് എയും ബിയും നമ്മൾക്ക് E1 E2 E3 E4കളൊക്കെ ഓർത്തോ നോർമൽ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്തായിരിക്കും? ഇവിടെ ഓർത്തോ നോർമൽ ആയിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. കാരണം E1 നമുക്ക് എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാ? E1 E3 എന്ന് വരും പ്ലസ് E2 E3 അല്ലെ. സോ ഈ E3 എന്ന് പറയുന്ന എലമെന്റ് ഇതിനകത്തില്ല, ഈ സമ്മേഷനകത്ത് ഇല്ലാത്തതാണ് എങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി നമുക്ക് അതിന് സം ഓർ പ്ലസ് ആയിരിക്കും. അവിടെ നമ്മൾക്ക് എന്തല്ല? E1 E2കൾ വരുന്നില്ല. അപ്പൊ ഇതെല്ലാം 0 ആണ്. സോ നമ്മൾക്ക് 0 വരും. സെയിം നമ്മൾ ഇതിന് ബാക്കി ഏത് എടുക്കുമ്പോഴും നമ്മൾക്ക് ഇവിടെ നോക്കുക, ഇവിടെ E1 E2 ഉണ്ട്. നമ്മൾക്ക് എന്തേ ചെക്ക് ചെയ്യേണ്ടുള്ളൂ? അപ്പം ഈ പെയറും ആണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. ബാക്കി ഇവിടെ E3 ആണ്, അത് രണ്ടിന്റെ കൂടി നമ്മൾ E3 ഇല്ല. E4 ആണെങ്കിൽ നമ്മൾക്ക് എന്തില്ല? ഇതിൽ ഈ സമ്മേഷനകത്ത് ബിലോങ് ചെയ്യുന്നില്ല. സോ ബാക്കി ഏതെടുത്തു കഴിഞ്ഞാലും, ദാറ്റ് ഈസ് E1 മൈനസ് E2 ആൻഡ് E3 ഞാൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് അതിനെ എങ്ങനെ എഴുതാം? E1 E3 മൈനസ് E2 E3 ആണ് അല്ലെ. പക്ഷെ നമുക്ക് അവിടെ നമ്മൾക്ക് E1 എന്താണ്? നോട്ട് ഈക്വൽ, നോട്ട് ഈക്വൽ ടു J ആണ്. സോ രണ്ടിലും നമ്മൾക്ക് 0 കിട്ടും. ഇനി ഞാൻ E1 മൈനസ് E1 പ്ലസ് E2 ആൻഡ് E4 എടുത്തു അല്ലെ. എഗെയിൻ നമ്മൾക്ക് എന്താണ്? ഇതിന് നമ്മൾക്ക് 0 കിട്ടും. കാരണം എന്താ? E1 E4 0 ആണ്, E2 E4ഉം 0 ആണ്. ആൻഡ് E1 പ്ലസ് E2 E1 മൈനസ് E2 ആൻഡ് E4 എടുത്തു അല്ലെ. സോ E1 E4 ആണ്, E1 E4 0 ആണ്, E2 E4ഉം 0 ആണ്. സോ ഇതെല്ലാം നമ്മൾക്ക് 0 കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഓർത്തോഗണൽ ആവുന്നത്. സോ ഓപ്ഷൻ ബിയിൽ നോക്കുക, ഇവിടെ നമ്മൾക്ക് E3 E4 ഒക്കെയാണ്. സോ ഫസ്റ്റ് 2 എലമെന്റ്സുകൾ ഞാൻ എടുത്തു. ഓക്കെ, സോ E1 പ്ലസ് E2 അല്ലെ. E1 പ്ലസ് E2 ആൻഡ് E2 മൈനസ് E3. അപ്പോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? E1 E2 minus E1 E3 plus E2 E2 and minus E2 E3. ഇവിടെ നോക്കുക, ഇവിടെ E1 E2 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ 0 ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് 0. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഈക്വൽ ആണ്, I ഈക്വൽ ടു J ആണ് അല്ലെ. സോ നമ്മൾക്കൊരു +1 വരും, ബാക്കിയെല്ലാം നമ്മൾക്ക് 0 ആയി അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഒരു പേരിൽ എനിക്ക് എന്ത് കിട്ടി? അത് 0 അല്ല എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ആവില്ല അല്ലെ. അതേപോലെ ഓപ്ഷൻ സിയിലാണെങ്കിലും ഡിയിലാണെങ്കിലും നമ്മൾക്ക് എന്ത് വരും? അറ്റ്ലീസ്റ്റ് ഇതില് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് 0 വരുന്നുണ്ടാവും, നോൺ 0 വരുന്നുണ്ടാവും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇവിടെ ഓർത്തോഗണൽ ആയിട്ടിരിക്കുന്ന സെറ്റ് വരുന്നത്. Next question, let X be the normed linear space R2 with 1 norm ആണ്. If A belongs to BL of X is represented by the matrix
അപ്പൊ എ എന്താണ് നമ്മൾക്ക് ഓപ്പറേറ്റർ നോം ആണ് അല്ലെ. സോ ദെൻ നോം എ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്താണ്? എക്സ് ഇസ് ആക്ച്വലി R2 വിത്ത് നോം 1 അല്ലെ. സോ R2 വിത്ത് നോം 1 എന്താണ് 1 നോം നമ്മൾക്ക്. അപ്പൊ നോം ഓഫ് R2നകത്തുള്ള എലിമെന്റ് എന്ന് പറയുന്നത് x1 x2 ഫോമിലാണ് നമ്മൾക്ക് ഉണ്ടാവുക. വിത്ത് വിൽ ബി ഡിഫൈൻഡ് ആസ് x1 മോഡ് x1 പ്ലസ് മോഡ് x2 അല്ലെ. ആൻഡ് എ ബിലോങ്സ് ടു എന്താണ്? BL of x ആണ് അല്ലെ. ആൻഡ് എ ഈസ് ജനറേറ്റഡ് അല്ലെങ്കിൽ എ ഈസ് റെപ്രസെന്റഡ് ബൈ ദി മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 1 3 2 എന്ന് പറയുന്ന മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്തതാണ് അല്ലെ. സോ ദി ഓപ്പറേറ്റർ നോം എന്ന് പറയുന്ന ഓപ്പറേറ്റർ നോം ഓഫ് എ എന്ന് പറയുമ്പോൾ വിൽ ബി ഈക്വൽ ടു നോം എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സുപ്രീമം ഓഫ് നോം എക്സ് ഈക്വൽ ടു 1 സച്ച് ദാറ്റ് നോം AX ഈക്വൽ ടു 1 അല്ലെ. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? നോം 1. ഓക്കെ, വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മാക്സിമം ഓഫ് സമ്മേഷൻ. ഇവിടെ മെട്രിക്സ് ആണ്, A 2/2 മെട്രിക്സ് ആണ്. സോ മോഡ് AIJ വേർ ഓവർ I ആൻഡ് മാക്സിമം ഇസ് ഓവർ J. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? കോളം സം എടുക്കണം അല്ലെ. കോളം സംസ് ആണ് നമ്മൾ എടുക്കുക. കോളം സമ്മുകളുടെ മാക്സിമം ദാറ്റ് ഈസ് നമ്മൾക്ക് എന്ത് വരും? മാക്സിമം ഓഫ് ആദ്യം എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളത്തിന്റെ മോഡ് അല്ലെ. സോ ഫസ്റ്റ് കോളത്തിന്റെ കേസിൽ നമുക്ക് എന്ത് വരും? മോഡ് 1 പ്ലസ് മോഡ് 3 അല്ലെ. ഇവിടെയുള്ള ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് നോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നോം ഓഫ് x1 x2 എന്ന് പറയുന്നത് മോഡ് x1 പ്ലസ് മോഡ് x2 ആണ്. അപ്പൊ ഇവിടെ മെട്രിക്സ് ആണ്. സോ മെട്രിക്സിന് കറസ്പോണ്ടിംഗ്ലി നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ആ ഫസ്റ്റ് കോളം യൂസ് നോക്കുക, 1ഉം 3ഉം ആണ്. സോ മോഡ് 1 പ്ലസ് മോഡ് 3 ഈസ് 4. ഇനി സെക്കൻഡ് കോളം നോക്കുമ്പോൾ മോഡ് 1 പ്ലസ് മോഡ് 2 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ ദാറ്റ് ഈസ് മാക്സിമം ഓഫ് നമുക്ക് എന്ത് വരും? 4,3 വരും. സോ മാക്സിമം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. സോ നമ്മൾക്ക് നോം എ ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരും. Next question, let X be the norm space R2 with norm infinity norm and Y is the set of all x1 x2 belongs to R2 such that x1 plus x2 is equal to 0 and if x is equal to -1 1 എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? D of this എലമെന്റ് അല്ലെ. എക്സ് എന്ന് പറയുന്ന ഈ എലമെന്റ് ആൻഡ് y തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ D ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോം ഇൻഫിനിറ്റി നോം ആണ്. അപ്പൊ ഇൻഫിനിറ്റി നോം ഇസ് ഡിഫൈൻഡ് ആസ് R2നകത്തുള്ള എലമെന്റ് ആണ്. സോ x1 x2 എന്ന് നമ്മൾക്ക് എടുക്കാം. സോ ഇൻഫിനിറ്റി നോം ഇസ് ഡിഫൈൻഡ് ആസ് ദി മാക്സിമം ഓഫ് മോഡ് x1 ആൻഡ് മോഡ് x2 അല്ലെ. സോ മാക്സിമം ഓഫ് മോഡ് x1 മോഡ് x2 ആണ്. ആൻഡ് y ഈസ് ഡിഫൈൻഡ് ആസ് നമ്മൾക്ക് എന്താണ്? സം x1 x2 അല്ലെ. ഇതിന് ഞാൻ x1 എന്ന് വിളിക്കാം. x1 x2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ വിച്ച് ബിലോങ്സ് ടു R2 സച്ച് ദാറ്റ് നമുക്ക് എന്തായിരിക്കണം? x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 0 അല്ലെ. ഇതാണ് y. അപ്പോ y ഈസ് ഈക്വൽ ടു എന്താണ്? y ഈസ് ഈക്വൽ ടു x1 x2 ബിലോങ്സ് ടു R2 such that നമ്മൾക്ക് എന്താണ്? x1 പ്ലസ് x2 is equal to 0. അപ്പൊ ഈ x1 പ്ലസ് x2 ഈക്വൽ ടു 0 ആവുമ്പോൾ ഇതിനെ നമ്മൾക്ക് ഇവിടുന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? ദിസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0യിൽ നിന്നും എനിക്ക് ഇംപ്ലൈ ചെയ്യാം x2 is equal to -x1. സോ എനിക്ക് ഇതിന്റെ അകത്തുള്ള എലമെന്റ്സുകളെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? y, -y എന്ന്, വേർ y belongs to R2 പറ്റും. കാരണം എന്താ? ഒന്നിന്റെ നെഗറ്റീവ് ആണ്. x2 is equal to -x1 എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. സോ ഐ ക്യാൻ റീഡിഫൈൻ ദിസ്. സോ നമ്മൾക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫ്രം എ പോയിന്റ് ആൻഡ് ദി സെറ്റ് y. What will be the distance? That is the infimum of y belongs to y such that mod x minus y with respect to infinity norm. അല്ലെ. സോ ഇൻഫിനിറ്റി നോമിലാണ്. സോ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഓൾറെഡി നമ്മൾക്ക് തന്നിട്ടുണ്ട്.
അല്ലെ? അപ്പൊ നമുക്ക് ഈ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ദി പോയിന്റ് എക്സ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് -1 ആണ് അല്ലെ? സോ ദിസ് ഇസ് -1 ആൻഡ് y ഈസ് അനദർ പോയിന്റ് ഫ്രം R2. ക്യാപിറ്റൽ വൈക്ക് അകത്താണ്. വൈക്ക് അകത്തുള്ള എലമെന്റ്സിന്റെ ഫോം എന്താ? y മൈനസ് വൈ. സോ y മൈനസ് വൈ എന്ന് വരും. സോ -1 മൈനസ് y മൈനസ് വൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -1 മൈനസ് y ആൻഡ് 1 മൈനസ് 1 പ്ലസ് y. ഇതാണ് നമ്മൾക്ക് x മൈനസ് y വരുന്നുണ്ടാവുക. ആൻഡ് norm of this x minus inner product of this norm of this x minus y with respect to infinity അല്ലെ? ഇൻഫിനിറ്റി നോം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ that is equal to maximum of നമ്മൾക്ക് എന്ത് വരും? ഈച്ച് എലമെന്റിന്റെ മോഡുലസ്. ഈച്ച് എലമെന്റിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് -1 മൈനസ് വൈ ആൻഡ് മോഡുലസ് ഓഫ് 1 പ്ലസ് വൈ. ഇതിന്റെ maximum. എന്താ ഇതിന്റെ maximum? Maximum will be 1 plus y or 1 plus y. Okay. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ മാക്സിമം കിട്ടി. സോ നൗ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. നോം ഇൻഫിനിറ്റിയില് എക്സ് മൈനസ് വൈ അല്ലെ? എക്സ് മൈനസ് വൈയില് നോം ഇൻഫിനിറ്റി നമുക്ക് കിട്ടി. സോ ദാറ്റ് ഇസ് ഇൻഫിമം ഓഫ് നമ്മൾക്ക് എന്ത് കിട്ടി? ഇൻഫിമം ഓഫ് മോഡ് 1 plus t. അല്ലെ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു വേർ സം ടി എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ വൈ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, 1 പ്ലസ് വൈ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് വരുന്നുണ്ടാവും? ദിസ് ഇസ് ഈക്വൽ ടു വേർ ടി ബിലോങ്സ് ടു എന്താണ്? വൈ ബിലോങ്സ് ടു സം ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, one plus t where t belongs to r. Okay, അപ്പൊ ഇത് കിട്ടി. അപ്പൊ എന്താണ് നമുക്ക് ഇതിന്റെ ഇൻഫിമം വരുന്നുണ്ടാവുക? 1 പ്ലസ് ടിയുടെ മോഡ് 1 പ്ലസ് ടിയുടെ ഇൻഫിമം അല്ലെ? സോ മോഡ് 1 പ്ലസ് ടിയുടെ ഇൻഫിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരണമെങ്കിൽ ഞാൻ ടി ഈസ് ഈക്വൽ ടു -1 കൊടുത്തു. ടി -1 കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഫിമം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0 അല്ലെ? കാരണം മോഡ് ഓഫ് 1 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 അല്ലെ? സോ നമുക്ക് ഇവിടെ ഇൻഫിമം വിൽ ബി, കാരണം മോഡുലസ് ആണ്, സോ ഏറ്റവും മിനിമം നമ്മൾക്ക് 0 ആണ്. സോ ഇൻഫിമം വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലെ? സോ ദാറ്റ് ഇംപ്ലൈസ് ദിസ് ഇസ് ഇൻഫിമം ഓഫ് ടി. നമ്മൾ ടി ഈസ് ഈക്വൽ ടു -1 കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ടി ഈസ് ഈക്വൽ ടു -1 കൊടുക്കുന്ന സമയത്ത് ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. സോ ദാറ്റ് ഇംപ്ലൈസ് ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇൻഫിനിറ്റി നോം നമ്മൾക്കറിയാം എന്താണ്? മാക്സിമം ഓഫ് x1 x2 മോഡുലസ് ഓഫ് x1 x2 ആണ് അല്ലെ? അപ്പൊ അതിൽ നമ്മൾ സെറ്റ് y എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു. എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ആ വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻഫിമം ഓഫ് നോം ഇൻഫിനിറ്റി വിത്ത് ഓഫ് എക്സ് മൈനസ് വൈ അല്ലെ? അപ്പൊ എക്സ് മൈനസ് വൈയുടെ നോം വിത്ത് റെസ്പെക്ട് ടു ഇൻഫിനിറ്റി നോം എന്താണെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ ഇൻഫിമം കണ്ടുപിടിച്ചു അല്ലെ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ വരും. സോ ഇത്രയാണ് നമ്മൾക്ക് നമ്പർ തിയറി, ടോപ്പോളജി, അതുപോലെ ഫങ്ഷണൽ അനാലിസിസിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന 2 ഡിഫറെന്റ് ബാച്ചുകളാണ്. ഒന്ന് എക്സ്ട്രാ മൈൽ ബാച്ചും അതുപോലെ സ്പ്രിന്റ് ബാച്ചും. ഈ എക്സ്ട്രാ മൈൽ ബാച്ചിലും 2ലും നമ്മൾക്ക് 30 ഡേയ്സ് എക്സാം സീരീസ് ആണ്. ഈ എക്സ്ട്രാ മൈൽ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസ്, അതുപോലെ മെന്റർ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ മെന്റർ സപ്പോർട്ടും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വീഡിയോയും പ്രൊവൈഡ് ചെയ്യാത്ത ബാച്ചാണ് നമ്മൾക്ക് സ്പ്രിന്റ് ബാച്ച് വരുന്നത്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാംസ് മാത്രം അറ്റൻഡ് ചെയ്യാം എന്നുള്ള ബാച്ചാണ് സ്പ്രിന്റ് ബാച്ച്. സോ ഈ 2 രീതിയിലുള്ള ബാച്ചുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു.